എപ്പിസോഡ് തുടങ്ങുന്നത് സിഫാനെ കാണിച്ചുകൊണ്ടാണ്. അവളാണ് നമ്മുടെ കഥാനായിക. അവളാകട്ടെ ഒരു വലിയ ഹോട്ടലിൽ മാനേജറായി ജോലി ചെയ്യുന്നു. ആക്ച്വലി സിഫാൻ ഇപ്പോ റൂം മാനേജറായി പ്രൊമോഷൻ കിട്ടിയതോടുകൂടി അവൾ വലിയ സ്ട്രെസ്സിലാണെന്നും കൂടി പറയാം. ഒട്ടും തന്നെ റെസ്റ്റ് ഇല്ല. അവളുടെ ജോലി സ്ഥലത്തെ സ്ട്രെസ്, ഒപ്പം അവളുടെ പേഴ്സണൽ ലൈഫിലെ ചില സ്ട്രെസ്, അങ്ങനെ ഒക്കെ കൂടി അവൾക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന ഉറക്കമില്ലായ്മ കൂടി വരുന്നു. രാത്രിയൊന്നും ഉറങ്ങാനേ സാധിക്കില്ല. അവളുടെ മനസ്സിലുടനീളം പല പല ചിന്തകൾ കടന്നുകൂടിയിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നു പോകുന്നു. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് വരുന്ന സിഫാന്റെ അമ്മ അവൾ ഒട്ടും തന്നെ ഉറങ്ങിയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയ അമ്മ ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടറിനെ കാണാനായി അവളെ പറഞ്ഞു വിടുന്നു. അങ്ങനെ ഒരു ക്ലിനിക്കിലേക്ക് സിഫാൻ എത്തുന്നുണ്ട്. അവൾക്ക് ഏത് ഡോക്ടറെയാണ് കാണേണ്ടതെന്ന് മുൻപരിചയമൊന്നുമില്ല. ഇന്ന ഡോക്ടറെ കാണണമെന്ന് പേര് മാത്രമാണ് അറിയാവുന്നത്. ആ ഡോക്ടറുടെ പേര് ഹേ എന്നാണ്. അങ്ങനെ ഹേ നോക്കി അവൾ അവിടെ ഡോക്ടേഴ്സിന്റെ ലിസ്റ്റുള്ള സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ ബാക്കി ഡോക്ടേഴ്സിന്റെ ഒക്കെ ഫോട്ടോയും പേരും അവിടെ വെച്ചിട്ടുണ്ടെങ്കിലും അവൾക്ക് കണ്ട ഡോക്ടർ ഹേയുടെ പേര് മാത്രമേ ഉള്ളൂ, ഫോട്ടോ ഒന്നുമില്ല. എന്തായാലും അങ്ങനെ അവൾ നോക്കി നടക്കുന്ന സമയം ഇനി ഒരു പക്ഷേ ഈ ഡോക്ടർക്ക് പേഷ്യൻസ് ഒന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് എന്തായാലും വെയിറ്റ് ചെയ്യേണ്ട കാര്യം വരില്ല എന്നൊക്കെ കരുതി അവളിങ്ങനെ ഡോക്ടറെ കാണാനായി നിൽക്കുമ്പോഴാണ് ഒരു പേഷ്യന്റിനെ പുറത്തേക്ക് വളരെ കാര്യമായി കൂട്ടിക്കൊണ്ടുവരുന്ന മാസ്ക് ധരിച്ച ഒരാളെ കാണുന്നത്. ആക്ച്വലി അതാണ് അവൾ കാണാനായി വന്ന ഡോക്ടർ ഹി. വരുന്ന സമയം ഇവർ രണ്ടുപേരും ഒന്ന് കൂട്ടിമുട്ടുന്നുണ്ട്. സോറി, ഞാൻ തട്ടിയോന്ന് ചോദിച്ചാൽ ഡോക്ടർ സംസാരിക്കുമ്പോഴേക്കും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവൾ വിടുന്നു. ആക്ച്വലി അപ്പോഴും അവൾക്ക് ഇതാണ് തന്നെ ഡോക്ടർ എന്ന് അറിയില്ലായിരുന്നു. പിന്നീട് ഡോക്ടറിന്റെ റൂമിലേക്ക് ചെല്ലുമ്പോഴാണ് ഇതാണ് താൻ കാണാനായി വന്ന ഡോക്ടർ ഹി എന്ന കാര്യം മനസ്സിലാവുന്നത്. ഡോക്ടറോട് അവൾ സംസാരിക്കുന്നു. ഉറക്കം തീരെ ഇല്ലാത്തതാണ് അവളുടെ പ്രശ്നം. ഒപ്പം തന്നെ മൈഗ്രെയിനും ഉണ്ടെന്ന കാര്യങ്ങളൊക്കെ ഡോക്ടറോട് പറയുന്നു. ഡോക്ടർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഇത് എത്ര നാളായി തുടങ്ങി, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. വർക്ക് പ്രഷർ ഒക്കെ കൂടിയിട്ടാണ് ഇങ്ങനെ ഉറക്കക്കുറവ്, ഓവർ തിങ്കിങ്ങും ഒക്കെ കടന്നുകൂടി മൈഗ്രെയിനും ഒക്കെ ഇപ്പോൾ ഇവൾക്ക് പിടിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന ഡോക്ടർ ഹി സിഫാന്റെ അടുത്ത് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞൊക്കെ കൊടുക്കുമ്പോൾ അവൾ ശ്രദ്ധിക്കുന്ന അതിലൊന്നുമല്ല ഡോക്ടറിന്റെ മുഖത്താണ്. ഡോക്ടറിന്റെ കണ്ണ് കൊള്ളാം, ഡോക്ടറിന്റെ ഫീച്ചേഴ്സ് കൊള്ളാം എന്നൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന അവൾ ഡോക്ടറുടെ മുഖം മാസ്ക് വെച്ചിരിക്കുന്നതുകൊണ്ട് ഒന്ന് മൊത്തത്തിൽ കാണാൻ പറ്റാത്തതിന്റെ കുറച്ച് നിരാശയിലായിരുന്നു. ഡോക്ടർ അവൾക്ക് മെഡിസിന്റെ പേര് പറഞ്ഞു കൊടുക്കുമ്പോൾ ഡോക്ടർ ഞാൻ ശരിക്കും കേട്ടില്ല, മാസ്ക് ഒന്ന് മാറ്റിയിട്ട് പറഞ്ഞ സൗകര്യമായിരുന്നു എന്നിങ്ങനെ അവൾ പറയുമ്പോൾ എന്തിനാണ് ഇവൾ മാസ്ക് മാറ്റാൻ പറയുന്നതെന്ന് വ്യക്തമാവുന്നത് നമ്മുടെ ഡോക്ടർ ഹി അങ്ങനെ മാസ്ക് ഒന്നും മാറ്റുന്നുമില്ല. അങ്ങനെ പ്രിസ്ക്രിപ്ഷൻ ഒക്കെ എഴുതി കൊടുത്ത് അവിടെ നിന്ന് വിട്ട ശേഷം സിഫാൻ അവിടെ നിന്ന് പോയ ശേഷം അവൾ അവിടെ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു ചെറിയ ഒറിഗാമി ഫ്രോഗ് അവിടെ ഇരിക്കുന്നത് ഡോക്ടർ കാണുന്നുണ്ട്. ഹി ആ ഫ്രോഗിനെ എടുത്തു നോക്കുന്നു. പോയ അവളെ അവൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നതും നമുക്ക് കാണാം. ആ ഫ്രോഗിനെ കളയാതെ അത് പോക്കറ്റിൽ എടുത്തു വെക്കുന്നു. അവൾക്ക് ഹിയെ കണ്ടപ്പോൾ ഫസ്റ്റ് ഒരു അട്രാക്ഷൻ തോന്നിയ കണക്ക് തന്നെ ഒരു പക്ഷേ അവനും തോന്നിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇതൊന്നും എടുത്ത് വെക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ മരുന്ന് മേടിക്കാനായി പോയി നിൽക്കുമ്പോഴേക്കും ഫ്രണ്ടിന് സിഫാൻ മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാനിന്ന് ഒരാളെ കണ്ടു, മുഖം വ്യക്തമായി കണ്ടില്ല, എന്നാലും ഭയങ്കര ഹാൻസം ആണെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു. മരുന്ന് മേടിക്കുന്ന ടീമാകട്ടെ മരുന്ന് ഇപ്പൊ കിട്ടില്ല, അവളുടെ ടോക്കൺ വിളിച്ചു കഴിഞ്ഞു, ഇനിയിപ്പോ ഒരു 2 മണിക്കൂർ കഴിഞ്ഞേ കൊടുക്കൂ എന്ന കാര്യം അറിയുന്നുണ്ട്. അവൾ അങ്ങനെ നിരാശയിൽ നിൽക്കുമ്പോഴാണ് അവിടെ ഡോക്ടർ ഹി എത്തുന്നത്. ആ സമയം അദ്ദേഹം മാസ്ക് ധരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവളാകട്ടെ വളരെ ഹാൻസം ആയിട്ടുള്ള ഡോക്ടറെ കണ്ട് അവന്റെ മുഖത്തിന്റെ ഭംഗിയൊക്കെ കണ്ട് ആകെ അന്തം വിട്ടു പോകുന്നുണ്ട്. മാസ്ക് വെച്ചിരുന്ന് കണ്ടപ്പോ സുന്ദരനാണെന്ന് തോന്നിയിരുന്നു, ഇത്രയും ഭംഗി ഉണ്ടാവുമെന്ന് വിചാരിച്ചിരുന്നില്ല. ആ ഒരു ലുക്കായിരുന്നു അവനിപ്പോ മാസ്ക് ഇല്ലാതെ കണ്ടപ്പോ അവൾ അങ്ങനെ നോക്കി നിൽക്കുന്നത്. ഡോക്ടർ ഹിയും സിഫാനോട് പറയുന്നുണ്ട് ഇനി 2 മണിക്കൂർ കഴിഞ്ഞ മരുന്ന് കിട്ടു, വെയിറ്റ് ചെയ്യാമെന്ന്. അങ്ങനെ ഇനി അത്രയും സമയമുണ്ടല്ലോ, അപ്പൊ മടങ്ങി വരാന്ന് കരുതി അവൾ ഇങ്ങനെ അവിടെ നിന്ന് നടക്കുന്ന സമയത്താണ് ഡോക്ടർ ഹി അവളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുന്നത്. അവളുടെ വർക്കിൽ കുറച്ച് പ്രഷർ ഉണ്ട്, അത് പിന്നെ വർക്ക് ചെയ്യുമ്പോൾ എല്ലാവർക്കും പ്രഷർ ഉണ്ടാവുന്നതാണല്ലോ. പക്ഷേ പേഴ്സണൽ ലൈഫിൽ അവൾക്ക് അവളുടെ ഫാമിലി എന്നല്ല, മറിച്ച് അവളുടെ ബോയ് ഫ്രണ്ട് ഉണ്ട്, അവനെ പറ്റിയുള്ള കാര്യങ്ങൾ ഓർത്തായിരുന്നു വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നത്. ആ ഒരു കാര്യം കൊണ്ടാണ് അവൾ കൂടുതൽ സ്ട്രെസ് എടുത്ത് ഉറക്കമില്ലാത്ത അവസ്ഥയിലൊക്കെ പോയിരുന്നത്. അവന്റെ പേര് യാൻ എന്നാണ്. യാനും അവളും സ്കൂൾ കാലഘട്ടം മുതലേ പ്രണയിക്കാൻ ആരംഭിച്ചവരാണ്. ഒരുപാട് വർഷത്തെ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലും ഒരിക്കലും അത് നല്ലൊരു റിലേഷൻഷിപ്പ് ആയിരുന്നില്ല. അവളെ സംബന്ധിച്ച് അത് ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആയിരുന്നു എന്ന് പറയാം. കാരണം ഇവളെ എപ്പോഴും മാനസികമായി ഉപദ്രവിക്കുന്ന കൈൻഡ് ഓഫ് വർത്താനങ്ങൾ മാത്രമേ അവന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതൊക്കെ മൂലമാണ് ഇവളിങ്ങനെ ആയത്. ഇപ്പോ അതൊക്കെ ആലോചിച്ച് അവനൊരു മെസ്സേജ് അയക്കുന്നുണ്ട്. പക്ഷെ അവൻ ആ മെസ്സേജ് കണ്ടിട്ട് ഒരു റിപ്ലൈയും അവൻ അയക്കുന്നതേ ഇല്ല. അങ്ങനെ സമയമാകുമ്പോൾ സിഫാൻ മരുന്ന് വാങ്ങാൻ വരും എന്ന ഒരു ധാരണയില് അവളെ ഒന്നുകൂടെ കാണാം എന്ന രീതിക്ക് ഡോക്ടർ ഹി അവിടെയൊക്കെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. സാധാരണ പുള്ളിക്കാരൻ ഈ മരുന്ന് കൊടുക്കുന്നതിന്റെ ഇവിടെ അങ്ങനെ നിൽക്കുന്ന ഒരാളല്ല. ഇന്ന് അവിടെ നിൽക്കുന്നുണ്ട് നഴ്സുമാർ എന്ത് ഡോക്ടർ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇനി ഇവിടെ നിന്നാ പണിയാവും, ഇതുവരെ അവൾ വന്നില്ല, ഇനി ഇവിടെ നിന്നിട്ടും കാര്യം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല എന്ന രീതിക്ക് ഡോക്ടർ ഹി അവിടെ നിന്ന് മാറിപ്പോകുന്നു. ഇതിൽ നിന്ന് ഹിയെ സംബന്ധിച്ച് സിഫാനോട് ഒരു താല്പര്യം തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് വ്യക്തമാണ്. അല്ലെങ്കിൽ വീണ്ടും അവളെ കാണണം എന്ന രീതിക്ക് ഇവിടെ വന്നവൻ നിൽക്കില്ലല്ലോ. പിന്നീട് മരുന്ന് വാങ്ങിക്കാനായി സിഫാൻ വന്നിരുന്നു. പക്ഷെ അവർ തമ്മിൽ കണ്ടുമുട്ടിയതേ ഇല്ല. അങ്ങനെ വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് പോയ മരുന്ന് അവൾ വളരെ കഷ്ടപ്പെട്ട് കഴിക്കാൻ നോക്കുമ്പോൾ വോമിറ്റിംഗ് ടെൻഡൻസി വരുവാണ്. കുറച്ച് ചവർപ്പുണ്ടായിരുന്നു. ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ ആണ്, നമ്മുടെ ആയുർവേദ മരുന്നൊക്കെ കണക്കുള്ള മരുന്നാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് അത് കഴിക്കാനേ കഴിയുന്നില്ല. തുപ്പിക്കളയുന്നത് കണ്ട അമ്മ മരുന്നാവുമ്പോൾ ഇങ്ങനെ ചവർപ്പും കയ്പും ഒക്കെ കാണും, അത് സഹിച്ചു കഴിച്ചാലേ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും, അസുഖം മാറണ്ടേന്നൊക്കെ അവളോട് പറയുമ്പോൾ അവൾ വീണ്ടും മരുന്ന് കഴിക്കാനായി എടുക്കുന്നു. ഈ സമയത്ത് നൈറ്റ് ഫുഡ് കഴിക്കാനായി ഇരിക്കുന്ന ഹീക്ക് ഒരു എമർജൻസി കോൾ വരുന്നു. ഹീയുടെ സഹപ്രവർത്തകനായ മറ്റൊരു ഡോക്ടറിന്റെ പേഷ്യന്റ് അത്യാസന്ന നിലയിലാണ്, ഹീയുടെ ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞുള്ള കോളാണ്. ഹീ വേഗം തന്നെ റെഡിയായി അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അങ്ങനെ അവിടേക്ക് ചെല്ലുമ്പോഴേക്കും ഒരു വൃദ്ധനാണ്, ആൾക്ക് ലങ് ക്യാൻസർ ആണ്, വല്ലാതെ ശ്വാസമുട്ടൽ അനുഭവപ്പെട്ട് അങ്ങനെ കുറച്ച് പ്രശ്നത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഹീയുടെ ഒരു ജൂനിയർ ആയ ഡോക്ടറാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരുന്നത്. ഈ ഡോക്ടർക്ക് ട്രീറ്റ്മെന്റ് അറിയില്ല എന്ന് പറഞ്ഞ് അവിടെ ആ പേഷ്യന്റ്
പേഷ്യന്റിന്റെ ആളുകൾ അവിടെ ഭയങ്കര ബഹളമൊക്കെ വെക്കുമ്പോൾ അവിടേക്ക് എത്തുന്ന ഹീ ആകട്ടെ അതൊന്നും കാര്യമാക്കാതെ അവന്റെ ജോലി മാത്രം ശ്രദ്ധിക്കുന്നു. അങ്ങനെ ആ പേഷ്യന്റിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് ഒരു ശ്വാസം മുട്ടല് മാറ്റി കൊടുക്കുകയാണ് ഹീ. എന്നാലും ആ പേഷ്യന്റ് ഇപ്പൊ ഓക്കെയാണ്. തുടർന്ന് ആ ഒരു തിരക്കുകൾക്ക് ശേഷം തിരിച്ചുപോയി വീണ്ടും ഫുഡ് കഴിക്കാനിരിക്കുന്ന ഹീ സിഫാൻ അവിടെ വെച്ചിട്ട് പോയ ആ ഒരു ഫ്രോഗ് ഉണ്ടല്ലോ അത് തന്നെ നോക്കി ഇപ്പോ ഇരിക്കുന്നത് നമുക്ക് കാണാം. എന്തെങ്കിലും അന്ന് മരുന്ന് കഴിച്ചിട്ടും സിഫാന് ഒട്ടും തന്നെ ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവൾ അടുത്ത ദിവസം രാവിലെ പുറത്ത് ഫുഡ് മേടിക്കാനായി പോകുന്ന സമയം ഫോണിലൂടെ മെസ്സേജ് അയക്കുന്നുണ്ട് അമ്മയ്ക്ക്. ഓ ഈ മരുന്നൊന്നും കൊള്ളില്ല അമ്മ, ചുമ്മാ എനിക്ക് ഒരു ഉറക്കവും കിട്ടിയില്ല, വെറും വേസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു. അതേ സ്ഥലത്ത് തന്നെയായിരുന്നു ഫുഡ് വാങ്ങിക്കാനായി ഹീയും വന്നിട്ടുണ്ടായിരുന്നു. ഹീ ഈ ഒരു സംസാരം കേട്ടതുകൊണ്ട് തന്നെ ഒറ്റ ദിവസം കൊണ്ട് അങ്ങനെ ഏത് മരുന്ന് വർക്കാവും, അതും ഇങ്ങനെ ഉറക്കമില്ലായ്മ എന്നൊരു കാര്യത്തിന്. കുറച്ച് ദിവസം ഇത് കഴിക്കണമെന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോഴാണ് താൻ പറഞ്ഞതൊക്കെ ഈ ഡോക്ടർ കേട്ടു. അതും തനിക്ക് മരുന്ന് എഴുതിയ ഡോക്ടറിന്റെ മുന്നിൽ വെച്ച് തന്നെയാണ് ഞാൻ മരുന്ന് കൊള്ളില്ലല്ലോ എന്ന് പറഞ്ഞത്. ആകെ ചമ്മി അവൾ വേഗം അവിടെ നിന്ന് ഓടിപ്പോന്നു. അത് കണ്ട് അവൻ അവളെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് അന്ന് തന്റെ ജോലിക്ക് പോയി അവിടെ ബിസി ആയിരിക്കുന്ന സമയത്താണ് അവളുടെ മെസ്സേജിന് യാനിന്റെ റിപ്ലൈ വരുന്നത്. കഴിഞ്ഞ ദിവസം അവൾ അവൻ അയച്ച മെസ്സേജിന് ഇപ്പോഴാണ് അവൻ റിപ്ലൈ അയക്കുന്നത്. അത് കണ്ട് വളരെ എക്സൈറ്റഡ് ആയി അവൾ വീണ്ടും ഒരു മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിലും ആ മെസ്സേജിനുള്ള റിപ്ലൈ ഒന്നും കിട്ടിയതേ ഇല്ല. വീണ്ടും അവളെ അവൻ ഇഗ്നോർ ചെയ്യുന്ന കണക്ക് മെസ്സേജ് കണ്ടിട്ടും റിപ്ലൈ കൊടുക്കാതെ പോകുന്നു. അവൻ വല്ലപ്പോഴും തോന്നുമ്പോൾ ഇവൾക്ക് മെസ്സേജ് അയക്കും. ഇവളുടെ കാര്യത്തിലൊട്ട് സീരിയസ് അല്ലാത്ത രീതിയിലൊക്കെയാണ് അവന്റെ അപ്രോച്ച്. എന്തായാലും ഇവൾ അങ്ങനെയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവർ തമ്മിൽ ഇപ്പോൾ അങ്ങനെ വലിയ കോണ്ടാക്ട് ഇല്ലെങ്കിലും ഉണ്ടായിരുന്ന സമയത്ത് എപ്പോഴും അവൾക്ക് ഒരു ടോർച്ചർ മാത്രമായിരുന്നു അവൻ. അതിൽ നിന്ന് അവൾക്ക് ഉണ്ടായ പ്രശ്നങ്ങളാണ് അവളെ ഈ അവസ്ഥയിൽ എത്തിച്ചത്. ഒരുപക്ഷെ അതൊക്കെ മാറി നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ തന്റെ ഈ പ്രശ്നങ്ങൾ മാറുമെന്നൊരു പ്രതീക്ഷയും അവൾക്കുണ്ട്. ഒപ്പം അവനോട് വിട്ടുമാറാത്തൊരു ഇഷ്ടം മനസ്സിലുള്ളത് കൊണ്ടും കൂടിയാണ് അവൾ ഒരു എഫേർട്ട് എടുത്ത് നോക്കുന്നത്. പക്ഷെ ഒന്നും തന്നെ വർക്ക്ഔട്ട് ആവുന്ന മട്ടില്ല. അങ്ങനെ അന്ന് ജോലിക്ക് ഇരിക്കുന്ന ടീം തന്റെ അവിടുത്തെ ഫ്രണ്ടായ സൂവിന്റെ അടുത്ത് കണ്ട ഹാൻസം ഡോക്ടറിനെ പറ്റി സിഫ പറയുന്നുണ്ട്. അത് കേൾക്കുന്ന സൂ, നീ ഫോളോ അപ്പ് സെഷന് പോകുമ്പോൾ ഞാനും പറയാം, എനിക്ക് ആ ഒരു ചുള്ളൻ ഡോക്ടറെ കാണാലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഡോക്ടർ ഇവൾക്ക് കാണാൻ എന്ന രീതിയിൽ സിഫാന്റെ കൂടെ സൂ ഡോക്ടർ ഹിയെ കാണാനായി പോകുന്നുണ്ട്. പക്ഷെ അന്ന് അവരവിടെ എത്തുമ്പോൾ അന്ന് ഡോക്ടറിന്റെ കൺസൾട്ടിങ് ഉണ്ടായിരുന്നില്ല, മറിച്ച് വേറൊരു പ്രായമായ ഡോക്ടറാണ് പരിശോധിക്കാനായി ഇരിക്കുന്നത്. ആകെ നിരാശ. തുടർന്ന് രണ്ടുപേരും കൂടി ഒരു മോളിൽ പോയിരുന്ന് സംസാരിക്കുന്ന സമയം നിന്റെയും യാന്റെയും റിലേഷൻഷിപ്പ് ഇപ്പൊ എങ്ങനെ പോകുന്നു എന്ന് സൂ ചോദിക്കുമ്പോൾ ഞങ്ങള് ബ്രേക്കപ്പ് ഒന്നും ആയിട്ടില്ല ഒഫീഷ്യലി, പക്ഷെ ഞങ്ങൾക്കിടയിൽ റിലേഷൻഷിപ്പ് ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ടോന്ന് ഇല്ലാന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞങ്ങളിപ്പോ ബ്രേക്കപ്പ് ആവാതെ തന്നെ ഒരു സ്ട്രേഞ്ചേഴ്സിനെ കണക്കാണെന്നില്ല അവരുടെ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങളെ പറ്റി അവൾ പറയുന്നുണ്ട്. അങ്ങനെ അന്ന് അവൾ കുറച്ച് പൂക്കളും വാങ്ങിച്ച് എല്ലാ തിരക്കുകളും കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന സമയം ഡോക്ടർ ഹിയെ അവളുടെ വീടിന്റെ അടുത്തുള്ള ഒരു സ്ഥലത്ത് സ്കേറ്റിംഗ് ചെയ്യുന്നത് അവൾ കാണുന്നുണ്ട്. ഇവർ ഏതാണ്ട് അടുത്തടുത്താണ് താമസിക്കുന്നതെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. വെറുതെ അല്ല ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കാൻ പോയ കടയുടെ അടുത്ത് വെച്ച് ഡോക്ടറെ കണ്ടതെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഡോക്ടറെ കണ്ടപാടെ രണ്ടുപേരും പരസ്പരം ഒന്ന് സംസാരിക്കുന്നുണ്ട്. എനിക്ക് ഡോക്ടറിന്റെ അടുത്ത് ഒന്നുകൂടെ ഫോളോ അപ്പിന് എത്താനായിട്ടുണ്ട്, അടുത്ത ആഴ്ച ഞാൻ വരുന്നതായിരിക്കും, ഇന്ന് വന്നപ്പോൾ ഡോക്ടറെ കണ്ടില്ല എന്നൊക്കെ അവൾ പറയുമ്പോൾ അത് പിന്നെ എന്നെ വീചാറ്റിൽ ആഡ് ചെയ്താൽ നമ്മൾ ഇനി പരിശോധനയ്ക്ക് വരുമ്പോൾ മിസ്സാവാതെ കാണാം എന്ന് ഉറപ്പ് വരുത്താലോ, പരസ്പരം മെസ്സേജ് അയച്ചിട്ട് വന്നാൽ കാണാൻ പറ്റുമല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇല്ലാത്ത ദിവസം അറിയിക്കാൻ പറ്റുമല്ലോ എന്ന രീതിക്ക് അവളോടൊന്ന് സംസാരിച്ച് അവളുടെ വീചാറ്റിൽ ഒന്ന് ആഡ് ആവണം എന്നൊക്കെ ഹേക്ക് ഉണ്ടായിരുന്നെങ്കിലും ഹേ എന്തെങ്കിലും അതിനെപ്പറ്റി പറയും മുന്നേ അത് മനസ്സിലാക്കിയിട്ടാവാം, അതിനോട് താല്പര്യമില്ലാഞ്ഞിട്ടാവാം അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. അവൾ ഇപ്പോഴും യാനുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് പൂർണ്ണമായി ഓവർകം ചെയ്ത് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി ഒരു പക്ഷേ ഇവൻ പഞ്ചാര അടിക്കാൻ നോക്കാണോ എന്ന് കരുതി അവൾ അവിടെ ഒരു വലിയ കോൺവെർസേഷൻ നിൽക്കാതെ മടങ്ങി പോകുന്നു. അങ്ങനെ അന്ന് അങ്ങോട്ട് തിരക്കുകൾക്കൊക്കെ ശേഷം ഒരിടത്തേക്ക് ഡോക്ടർ ഹേ പോകുന്നുണ്ട്. അവിടെ ആ സീനിയർ ഡോക്ടർ ഉണ്ടായിരുന്നു, കൂടാതെ കുറച്ച് ജൂനിയർ ഡോക്ടേഴ്സും ഉണ്ട്. ഈ സീനിയർ ഡോക്ടർ മറ്റാരുമല്ല ഹീയുടെ മുത്തശ്ശനാണ്. ഇതേ സീനിയർ ഡോക്ടറിനെ തന്നെയാണ് ഹിയെ കാണാനായി പോയപ്പോ സിഫാൻ കണ്ടതും. അങ്ങനെ എന്തെങ്കിലും ഇവിടെ വന്നപാടെ അവിടെ വെച്ചിരിക്കുന്ന തന്റെ അമ്മയുടെ ഫോട്ടോയുടെ മുന്നിൽ ഹീ നിന്ന് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാം. അപ്പോ ഹീയുടെ അമ്മ ജീവനോടെ ഇല്ല, അവർ മരണപ്പെട്ടു എന്നത് മനസ്സിലാക്കാം. തുടർന്ന് തന്റെ മുത്തശ്ശൻ ജൂനിയർ ഡോക്ടേഴ്സിനെ ഡിന്നറിന് ഇൻവൈറ്റ് ചെയ്ത് അവരോട് സംസാരിക്കുന്നതിന്റെയും Q&A നടത്തുന്നതിന്റെയും ഇന്റേൺഷിപ്പിന്റെ കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നതിന്റെയും ഒക്കെ കാര്യങ്ങൾ കേട്ട് അവിടെ ഇരിക്കുന്ന ഹീയാണ് ഈ കാര്യങ്ങളൊക്കെ ഒരു സൂപ്പർവൈസർ എന്ന രീതിയിൽ സീനിയർ ഡോക്ടറായ മുത്തശ്ശന്റെയും ജൂനിയേഴ്സ് ആയ ആ ഡോക്ടേഴ്സിന്റെ ഇടയിൽ നിൽക്കുന്നത്. അങ്ങനെ അതിനൊക്കെ ശേഷം മുത്തശ്ശനോട് ഇരുന്ന് ഹീ സംസാരിക്കുമ്പോഴാണ് ഇന്നൊരു പേഷ്യന്റ് വന്നിരുന്നു, അവർക്കാണെങ്കിൽ നിന്നെ തന്നെ കാണുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ അത് മറ്റാരും അല്ല സിഫാൻ ആണ് എന്നത് ഹീക്ക് മനസ്സിലാവുമ്പോൾ അവനൊരു ചെറിയ ചിരിയൊക്കെ വരുന്നുണ്ട്. അപ്പൊ അവൾ എന്നെ കാണാൻ തന്നെയല്ലേ ഇന്ന് ഫോളോ അപ്പിന് വന്നത്, അതുകൊണ്ടാണല്ലോ ഞാൻ ഇല്ലാന്ന് കണ്ടപ്പോ എന്നെ പറ്റി അന്വേഷിച്ചത് എന്നൊക്കെ ഓർത്ത് അവൻ ചിരിക്കുന്നു. എന്തായാലും ആ ഒരു പെൺകുട്ടി ഹേയെ പറ്റി ചോദിച്ചതും അവളുടെ കാര്യം പറഞ്ഞപ്പോൾ ഹേയുടെ മുഖത്ത് വരുന്ന ചിരിയൊക്കെ കാണുന്ന മുത്തശ്ശൻ എന്താടാ റിലേഷൻഷിപ്പിലാണോ എന്നൊക്കെ അവനോട് ചോദിക്കുന്ന ടീം അവൻ അവളോട് ഒരു താല്പര്യം ഉണ്ട് എന്നത് പറയുന്നുണ്ടെങ്കിലും എടുത്തു ചാടി അങ്ങനെ ഒരു റിലേഷൻഷിപ്പിനെ എനിക്ക് സത്യത്തിൽ പേടിയാ മുത്തശ്ശ. ഓൾറെഡി എനിക്ക് 31 വയസ്സ് പ്രായമുണ്ട്, അവൾ എന്നെക്കാൾ കുറച്ചുകൂടെ യങ്ങാണ്. പിന്നെ അറിയാലോ എന്റെ അമ്മയുടെ കാര്യം, അതൊക്കെ എന്റെ മനസ്സിൽ ഇപ്പോഴും മുറിവ് ഉണങ്ങാതെ കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് നന്നായി പരിചയപ്പെടാതെ ഒരാൾ എന്റെ ലൈഫിലേക്ക് അങ്ങനെ ഒരു പെട്ടെന്നൊരു മാരേജ് എന്ന രീതിയിലേക്കൊന്നും കൊണ്ടുവരാൻ സാധിക്കില്ല. പരിചയപ്പെട്ട് അങ്ങനെ മനസ്സിലാക്കാതെ ഒന്നും നടക്കില്ല എന്നെല്ലാം അവൻ പറയുമ്പോൾ അവന്റെ ലൈഫിൽ എന്തൊക്കെയോ നടന്നിട്ടുണ്ട് എന്നത് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. എന്താണെന്ന് ഇപ്പൊ അറിയില്ല. എന്നാലും അതൊക്കെ അറിയാവുന്ന മുത്തശ്ശൻ, ഞാൻ ഒരു സീനിയർ ഡോക്ടർ എന്ന രീതിയിൽ നിനക്ക് നിന്റെ പ്രൊഫഷനിൽ പല ഉപദേശങ്ങൾ തന്നാലും നിന്റെ ഈ പേഴ്സണൽ ലൈഫിൽ ഇടപെടാൻ ഞാനില്ല, അത് നിന്റെ ലൈഫാണ്, നീ തന്നെ ഒരു തീരുമാനത്തിൽ എത്തണമെന്ന് മുത്തശ്ശൻ അവൻ ഉപദേശിക്കുന്നു. അങ്ങനെ എന്തായാലും നമ്മൾ പിന്നീട് സിഫാനെ കാണുമ്പോഴേക്കും അവൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നിന്റെ ഫലമായി പതിയെ പതിയെ അവൾക്ക് ഉറക്കമൊക്കെ നല്ല രീതിക്ക് കിട്ടി തുടങ്ങുന്നു. ഒപ്പം തന്നെ അവൾക്ക് ജോലിയിൽ നന്നായി ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. പതിയെ അവളുടെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി വരുന്നുണ്ട്. അങ്ങനെ അന്ന് അവൾ വളരെ
വളരെ ഹാപ്പി ആയിട്ട് സാധാരണ ജോലിക്ക് പോകാറുള്ളതിനേക്കാൾ എനർജറ്റിക് ആയിട്ടാണ് പോകുന്നത്. ഇതേ ടീം തന്നെ ഹേയ്ക്കും ഹോസ്പിറ്റലിൽ വലിയ തിരക്കായിരുന്നു. കുറെ പേഷ്യൻസിനൊക്കെ നോക്കാനുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ ഫുഡ് കഴിക്കാനായി പോകുമ്പോൾ അവന്റെ ജൂനിയർ ഡോക്ടറായ ലീ, ഈ ഡോക്ടറാണ് കഴിഞ്ഞ ദിവസം വയ്യാത്ത ഒരാളെ ട്രീറ്റ് ചെയ്ത് കുഴപ്പത്തിലായത്. എന്തായാലും അതേ ആള് തന്നെ ഇപ്പോൾ തീസിസിൽ എന്തിനാ എന്റെ പേരിൽ ക്രോസ് ഇട്ടിരിക്കുന്നത്, അത് അപ്രൂവ് ചെയ്യില്ലെന്നൊക്കെ ചോദിച്ച് ഇവരുടെ പഠന സംബന്ധമായ ചില കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നു. എന്തോ ഒന്ന് ഹീയുടെ അടുത്തുനിന്ന് എളുപ്പം നേടിയെടുക്കാമെന്ന ഒരു ചിന്ത ലീക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതങ്ങനെ ഈസി ആയി ചെയ്തു കൊടുക്കില്ല. ഹാർഡ് വർക്ക് ചെയ്താലേ അതിന്റെ റിസൾട്ട് കിട്ടൂ, ചുമ്മാ ഒന്നും നേടിയെടുക്കരുത് എന്ന ഒരു കാഴ്ചപ്പാടുള്ള നല്ലൊരു ഡോക്ടറാണ് ഹീ. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും അന്ന് കുറച്ച് തിരക്കായിരുന്നു സിഫാനിന്. ആ തിരക്കൊക്കെ കഴിഞ്ഞാണ് അവളുടെ ബോയ് ഫ്രണ്ട് ആയ യാൻ മെസ്സേജ് അയച്ചിരിക്കുന്നത് കാണുന്നത്. അവൻ ഹോട്ടലിന്റെ വെളിയിൽ കാത്തിരിപ്പുണ്ട്. അവന്റെ കൂടെ പുറത്തേക്ക് വരണം എന്നതാണ് അവന്റെ ആവശ്യം. അങ്ങനെ അവൾ ചെല്ലുമ്പോഴേക്കും അവൻ ഒരുപാട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൾ തിരക്കുകൾ കാരണം അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു. അതിന്റെ പേരിൽ ഭയങ്കരമായി അവൻ ദേഷ്യപ്പെടുകയൊക്കെ ഉണ്ട്. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇവരിപ്പോ കണ്ടുമുട്ടുന്നത്. അങ്ങനെ കാണുമ്പോൾ പോലും സ്നേഹത്തിന്റെ രീതിയിൽ നിന്ന് സംസാരിക്കാതെ ഭയങ്കര ദേഷ്യത്തിൽ അവൻ ഇടപെടുന്നത് സത്യത്തിൽ അവൾക്ക് സങ്കടമുള്ള ഒരു കാര്യമായിരുന്നു. അവൾക്ക് വിദേശത്ത് പോയി പഠിക്കണം എന്നൊക്കെ വലിയ ആഗ്രഹമുള്ള ഒരു കാര്യമാണ്, എന്നിട്ട് അവിടെ വർക്ക് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. പക്ഷേ അതിനെപ്പറ്റിയൊക്കെ ഇവൻ വളരെ താഴ്ത്തി കെട്ടി സംസാരിക്കുന്നുണ്ട്. അവൾ വളരെ ഇഷ്ടത്തിൽ ചെയ്യുന്ന ഒരു ജോലിയെ പോലും വളരെ മോശമായി സംസാരിക്കുന്ന ഇവന്റെ ആറ്റിറ്റ്യൂഡ് അവളെ ഭയങ്കര സങ്കടത്തിലാക്കുന്നു. ഒന്നിച്ച് പഠിച്ചിരുന്ന സമയം എത്ര മനോഹരമായിട്ടായിരുന്നു ഇവരുടെ പ്രണയം മുന്നോട്ട് പോയിരുന്നത്. പക്ഷെ ഇപ്പോൾ അത് എത്ര സങ്കടപ്പെടുത്തുന്ന ഒന്നായി അവൾക്ക് അത് മാറിയിരിക്കുന്നു എന്നതാണ് അവൾ ഓർക്കുന്നത്. മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്നൊരു അവസ്ഥയിലാണ് അവൾക്ക് യാനോടുള്ള പ്രണയമുള്ളത്. അങ്ങ് ഉപേക്ഷിച്ച് കളയാനും പറ്റുന്നില്ല, എന്നാൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുമില്ല. ഇങ്ങനെ ഒരു കോള് വന്നതിനെ തുടർന്ന് മുന്നിൽ അവൾ ഇരിക്കുന്നതോ അവർ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതോ ഒന്നും മൈൻഡ് ആക്കാതെ അവൻ എഴുന്നേറ്റ് ഒരു പോക്ക് പോകുമ്പോൾ അവൾ അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. ഇതേ ടീം പുറത്തു പോയിട്ടുണ്ടായിരുന്ന ഹീ കുറച്ച് ടൂലിപ്പ് പൂക്കൾ കാണുന്നു. ആ പൂക്കൾ കാണുമ്പോൾ അവൻ ഓർമ്മ വരുന്നത് സിഫാനെയാണ്. കാരണം അവളെ ആദ്യമായി അവൻ കണ്ട ആ ഒരു സമയത്ത് കുറെ പൂക്കൾ അവിടെ ഉണ്ടായിരുന്നു, ഇതേ ടൂലിപ്പ് പൂക്കൾ തന്നെ. അവൻ അതോ കണ്ട് അവളെ ഓർത്തോണ്ട് നിൽക്കുന്നു. ഇതേ ടീം ആകെ മനസ്സ് കയറുന്ന വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്ന അവൾ ഞാനുമായി ബ്രേക്കപ്പ് ചെയ്യാൻ പോവാണെന്ന് പറയുന്ന സമയം അച്ഛനും അമ്മയും അത് കേട്ട് ഷോക്കാവുന്നുണ്ട്. വർഷങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പാണ്, ഇതൊരിക്കലും ബ്രേക്കപ്പിലേക്ക് പോകുന്ന അവർ വിചാരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പ് ആകുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ വേണ്ടെന്ന് വെക്കാണോ വേണ്ടതെന്ന് അവളെ വഴക്ക് പറയുമ്പോഴേക്കും ആരും തന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ള സങ്കടത്തിൽ പുറത്തു പോയിരുന്ന അവൾ പൊട്ടിക്കരയുന്നു. അങ്ങനെ അവിടെ കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ശേഷം എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.